നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുന്നു. ഗുരുവായൂരിലും എളവള്ളിയിലും മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടങ്ങൾ. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഭരണാധികാരികളുടെ കടുത്ത നിസ്സംഗത, നടുവൊടിഞ്ഞ യാത്രികർ. തൃശൂർ കുന്നംകുളം പാതയിലെ യാത്ര ദുരിതപൂർണമായി മാസങ്ങൾ പിന്നിടുമ്പോഴും അനക്കമില്ലാതെ പൊതുമരാമത്ത് വകുപ്പ്. കൈപ്പറമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തുള്ള വലിയ ഗർത്തങ്ങൾ യാത്രികർക്ക് മരണക്കെണിയാകുന്നു. ചാവക്കാട് ഒരുമനയൂരിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. ഒരുമനയൂർ നോർത്ത് പൊയ്യൽ ക്ഷേത്രത്തിന് കിഴക്ക് കാഞ്ഞിരപ്പറമ്പിൽ പ്രദീപിന്റെ മകൻ 31 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വടക്കേക്കാട് തെരുവുനായകളുടെ വിളയാട്ടം. പടിഞ്ഞാറെ കല്ലൂർ സ്വദേശിയുടെ വിലപിടിപ്പുള്ള 5 ടർക്കി കോഴികളടക്കം 30-ൽ പരം കോഴികൾ ചത്തു. തെരുവുനായ ശല്യം ഒഴിവാക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ആവേശപ്പോരിൽ. ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂലൈ 21 ഞായറാഴ്ച. കോൺഗ്രസ്, CPM എന്നീ പാനലുകൾക്ക് പുറമെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മത്സരരംഗത്ത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മന്ദലാകുന്ന ജുമാഅത്ത് പള്ളിക്ക് വടക്കുഭാഗം താമസിക്കുന്ന പിലാക്ക വീട്ടിൽ മുക്രിയകത്ത് ബാദുഷയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് സിനാനാണ് മരിച്ചത്. അപകടം വ്യാഴാഴ്ച പുലർച്ചെ എറണാകുളത്ത് വെച്ച്. പാലിയൂർ തർപ്പണ തിരുനാൾ ഭക്തി നിർഭരം. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിലെ പ്രധാന തിരുനാളായ തർപ്പണ തിരുനാളിന് എത്തിച്ചേർന്നത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുന്നു. ഇന്ന് തീവ്രമായ മഴയും കാറ്റും വിവിധ ജില്ലകളിലുണ്ടായി. പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം. വിവിധ ജില്ലകളിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. ഗുരുവായൂരിൽ മിന്നൽ ചുഴലി നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഫലവൃക്ഷങ്ങളും മതിലുകളും വൈദ്യുതി തൂണുകളും നിലം പൊത്തി. ലക്ഷങ്ങളുടെ നാശനഷ്ടം. റെയിൽവേ മേൽപ്പാലത്തിന് സമീപം എരുകുളം ബസാർ മുതൽ തൈക്കാട് വരെ ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിലാണ് ചുഴലി ആഞ്ഞു വീശിയത്. ചുഴലി കടന്നുപോയ സ്ഥലങ്ങളിലെ വൃക്ഷങ്ങളെല്ലാം പിഴുതെറിഞ്ഞു. മരം വീണ് 20ഓളം വൈദ്യുതി തൂണുകൾ നിലം പൊത്തി. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. മരക്കൊമ്പുകളും ഷീറ്റുകളും കാറ്റിൽ മീറ്ററുകളോളം ദൂരത്താണ് ചെന്ന് വീണത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് നാടിനെ വിറപ്പിച്ച് ചുഴലി വീശിയടിച്ചത്. ചാണാശ്ശേരി വാസുവിന്റെ വീട്ടിലെ തൊഴുത്ത് നിലം പൊത്തി. മതിൽ തകർന്നു. തരകൻ ജെയ്സൺ, കരക്കെട്ടി ഷാമില, വലിയകത്ത് ഹംസ എന്നിവരുടെ വീട്ടുമതിലുകളും തകർന്നു. ചാണാശ്ശേരി മോഹനന്റെ വീട്ടുമുറ്റത്തെ ശുചിമുറി നിലം പൊത്തി. കുഴിക്കാടത്ത് ഷീജയുടെ വീടിന്റെ പുറകിലെ വിറകുപുര തകർന്നു. കൃഷ്ണപ്രിയ അപ്പാർട്ട്മെന്റിലെ ട്രസ് മുഴുവൻ തകർന്നു വീണു. കരുമത്തിൽ മുരളി, തെക്കേച്ചിറ ശശി, മുളംകൂടത്ത് ഉണ്ണി, പയ്യപ്പാട്ട് ജയൻ, പല്ലത്ത് സുരേഷ്, പാറാംതൊടിയിൽ നാരായണൻ, രാമനത്ത് ജബ്ബാർ, രാമനത്ത് ഷെരീഫ, മൂക്കത്തയിൽ അൻസാർ, കാണംകോട്ട് പ്രസന്ന എന്നിവരുടെ വീടുകളിലെ ഓടുകളും ഷീറ്റുകളുമാണ് പറന്നുപോയത്. റോഡുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്. RRT വളണ്ടിയർമാരും KSB ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. വൈദ്യുതി തൂണുകളും കമ്പികളും പൊട്ടിവീണതിനെ തുടർന്ന് പ്രദേശം മുഴുവൻ ഇരുട്ടിലായി. പകൽ സമയമായതിനാൽ ആളപായം ഉണ്ടായില്ല. CCTV ന്യൂസ്, ഗുരുവായൂർ. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശൂർ ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. എളവള്ളി പഞ്ചായത്തിലെ പറക്കാട് മേഖലയിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ മഴയ്ക്കൊപ്പം മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയും വീടുകളുടെ ട്രസ്സുകൾ പറന്നു പോവുകയും ചെയ്തു. പറക്കാട് മണ്ണാംപാറ മേഖലയിലാണ് വ്യാപക നാശം വിതച്ച മിന്നൽ ചുഴലി വീശിയത്. നിരവധി കർഷകർക്ക് വൻ നഷ്ടമാണ് മിന്നൽ ചുഴലി മൂലം ഉണ്ടായിരിക്കുന്നത്. തച്ചംകുളം വാസുവിന്റെ കൃഷിയിടത്തിൽ തെങ്ങ്, മാവ് തുടങ്ങിയ മരങ്ങളാണ് നിലം പൊത്തിയിട്ടുള്ളത്. പറങ്ങാട്ട് സുരേഷിന്റെ വീട്ടുവളപ്പിലെ മരങ്ങൾ വീണതിനൊപ്പം മതിൽ തകർന്നിട്ടുണ്ട്. പുല്ലാനിപ്പറമ്പത്ത് രമേശ്, പുട്ടാലയ്ക്കൽ ദ്രൗപദി, പുട്ടാലയ്ക്കൽ ദാമോദരൻ എന്നിവരുടെ കൃഷിയിടത്തിലെ ജാതി തൈകൾ വൻതോതിൽ നിലം പൊത്തി. ദാമോദരന്റെ വീടിനു മുകളിൽ സ്ഥാപിച്ച ട്രസ്റ്റ് ദൂരത്തേക്ക് പറന്നുപോകുന്ന സ്ഥിതിയുണ്ടായി. കുന്നത്തുള്ളി സഹദേവൻ, വട്ടംപറമ്പിൽ ശ്രീനിവാസൻ എന്നിവരുടെ കൃഷിയിടത്തിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ജാതി തൈകളും കവുങ്ങുകളും വാഴകളും ഉൾപ്പെടെയുള്ളവ വൻതോതിൽ നിലം പൊത്തി. തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങൾ ഇലക്ട്രിക് കമ്പിയിലേക്ക് പൊട്ടി വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു.
മിന്നൽ ചുഴലി ഉണ്ടായ മേഖല പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സും മറ്റ് ജനപ്രതിനിധികളും സന്ദർശിച്ച രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വൈദ്യുതി ലൈനിലേക്ക് വീണ മരങ്ങൾ മുറിച്ചുമാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ KSEB ജീവനക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് സ്ഥലത്തെത്തി നാശനഷ്ടത്തിന്റെ കണക്ക് തയ്യാറാക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. തലക്കോട്ടുകര ഞാലിക്കരയിൽ ശക്തമായ മഴയിൽ മരം വീണു. റോഡിലേക്ക് മരം വീണതോടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഈ സമയം റോഡിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിന് മുകളിലേക്കും മരത്തിന്റെ ചില്ലകൾ പതിച്ചു. ഇന്ന് വൈകിട്ടോടുകൂടി ഞാലിക്കര കുരിശുപള്ളിക്ക് സമീപത്താണ് സംഭവം. മറ്റു വാർത്തകൾ. ഭരണാധികാരികളുടെ കടുത്ത നിസ്സംഗത നടുവൊടിഞ്ഞ യാത്രികർ. തൃശൂർ കുന്നംകുളം പാതയിലെ യാത്ര ദുരിതപൂർണമായി മാസങ്ങൾ പിന്നിടുമ്പോഴും അനക്കമില്ലാതെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ. കൈപ്പറമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തുള്ള വലിയ ഗർത്തങ്ങളാണ് യാത്രികരുടെ നടുവൊടിക്കുന്നത്. മഴക്കാലത്തിന് മുൻപ് റോഡിലെ കുഴികൾ ടാർ ചെയ്ത് അറ്റകുറ്റപ്പണി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നതാണ് റോഡിന്റെ ഇന്നത്തെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായത്. ഇതുവഴിയുള്ള ദുരിതയാത്ര വലിയ വാർത്തയായതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറ്റകുറ്റപ്പണികൾക്കായി 28 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ച് കുഴികളിൽ കോറി വേസ്റ്റ് നിക്ഷേപിച്ച് സ്ഥലം വിടുന്ന സ്ഥിതിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. കുഴികളിൽ വേസ്റ്റ് ഇടുന്നതിനാണോ 28 ലക്ഷം രൂപ എന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം. ഇരുചക്ര വാഹനങ്ങളിലും മറ്റ് ചെറിയ വാഹനങ്ങളിലും സഞ്ചരിക്കുന്ന യാത്രികർ ഇതുവഴിയുള്ള യാത്ര കഴിഞ്ഞാൽ നേരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഉഴിച്ചിലിന് പോകേണ്ട അവസ്ഥയാണുള്ളത്. ഈ പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണെന്ന് യാത്രികർ പറയുന്നു. ഇവിടെ പോയിട്ട് വരുമ്പോഴേക്കും നമ്മൾ രണ്ടും പാടെ ഉടനെ പൈസയ്ക്ക് പോവുകയും ചെയ്യും. വർക്ക്ഷോപ്പിലെ പോയാൽ ഇതിൽ അക്രമം വോട്ട് ചെയ്തിട്ട് അവർക്ക് ഇതുണ്ടാക്കി കൊടുക്കുക. അവര് ഇമാതിരി ഇതൊന്നും കാണുന്നില്ല, ബാക്കിയുള്ളവര് ബുദ്ധിമുട്ടിയിട്ട്. ചൂണ്ടൽ വരെ നമ്മളെ റോഡ് ആകെ മോശമാണ്. വണ്ടി ഓടിക്കാൻ തന്നെ പറ്റുന്നില്ല. വണ്ടിയോ കയ്യിൽ നിന്ന് കൺട്രോളൊക്കെ വിടുകയാണ്. CCTVയോ മറ്റ് TV ചാനലുകൾ വന്നാൽ കുറച്ച് മണ്ണിട്ടിട്ടും പിന്നെ അത് വീണ്ടും ഒലിച്ചു പോകും. വീണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. മരണം വരെ സംഭവിച്ചൊരു റോഡാണ് ഈ റോഡ്. എന്നറിഞ്ഞൂടെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വണ്ടികളിൽ 1 മണിക്കൂർ വേണം ചൂടിലോട്ട് കേച്ചിൽ വരെ വണ്ടി നീങ്ങാൻ. ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എത്ര ഹോസ്പിറ്റൽ ജനങ്ങളാണ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വഴിക്ക് പോയി, വടക്കാഞ്ചേരി അത്താണി വഴി പോയി, ഈ വഴിക്ക് പോയിട്ടില്ല. തൃശൂർ റോഡിലെ കുഴികളെ പേടിച്ച് മുഖ്യമന്ത്രി വഴിമാറിപ്പോയതും വലിയ വാർത്തയായി മാറിയിരുന്നു. ജനങ്ങളുടെ നികുതി പണം ഖജനാവിൽ നിന്നും ശമ്പളമായി കൈപ്പറ്റുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും MLA-മാർക്കും കുഴിയെ പേടിച്ച് വഴിമാറിപ്പോകാൻ കഴിയുമെങ്കിലും ദിവസവും പണിക്ക് പോയി കുടുംബം പോറ്റാൻ അധ്വാനിക്കുന്ന സാധാരണക്കാരന് കുഴികളിൽ വീണ് ജീവൻ പൊലിയാനാണ് വിധി. സംസ്ഥാന പാതയിൽ ഓഫ് റോഡ് ഡ്രൈവ് സാധ്യമാക്കുന്ന ടൂറിസം പദ്ധതിയാണോ ഈ റോഡിൽ പരീക്ഷിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെയും ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെയും സംശയം. ടൂറിസം മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന മുഹമ്മദ് റിയാസ് തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പും കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഈ സംശയത്തിന് അടിസ്ഥാനം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുക. ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഈ ദുരിതം അനുഭവിച്ചു തുടങ്ങിയിട്ട് ഒരു 20 ആക്സിഡന്റെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഡെയിലി. ഈ റിപ്പോർട്ടൊന്നും ആരും കാണുന്നില്ലേ, കേൾക്കണില്ലേ? വീഴുക, അവരെ റിമോടിയ, ടയർ പൊട്ടുക, തലതല്ലി വീഴുക, ഹെൽമെറ്റ് വെക്കണം, ബെൽറ്റ് ഇടണം. ഈ റോഡ് നന്നാക്കാണ്ട് എന്തിട്ടിട്ട് എന്താ കാര്യം?
റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടും ജനങ്ങൾ ദുരിതത്തിലായിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഭരണാധികാരികൾ മൗനം തുടരുകയാണ്. അധികാരത്തിലെത്തിച്ച ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് ഭരണാധികാരികളുടേത്. സിസിടിവി ന്യൂസ്, കേച്ചി. എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. ഒരുമനൂർ നോർത്ത് പൊയ്യയിൽ ക്ഷേത്രത്തിന് കിഴക്ക് താമസിക്കുന്ന കാഞ്ഞിരപ്പറമ്പിൽ പ്രദീപിന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. വീട്ടുമാറാത്ത പനി മൂലം ഒരാഴ്ച മുൻപ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത്. വൃക്കയുടെ പ്രവർത്തനം നിലച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. അവിവാഹിതനാണ്. ജീജയാണ് മാതാവ്. പ്രജീഷ, പ്രേംജിത്ത് എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം ഒരുമനൂർ പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ നടന്നു. പാലയൂർ തർപ്പണ തിരുനാൾ ഭക്തി നിർഭരമായി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ പ്രധാന തിരുനാളായ തർപ്പണ തിരുനാളിന് ആയിരങ്ങളാണ് എത്തിയത്. രാവിലെ നടന്ന തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ കാർമ്മികത്വം വഹിച്ചു. തർപ്പണ തിരുനാൾ ആഘോഷമായി ദിവ്യബലിക്കും ലതീഞ്ഞ് നൊവേന തിരുകർമ്മങ്ങൾക്കും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം നൽകി. മേരിമാത മേജർ സെമിനാറി റക്ടർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി. തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരുമ്പൂർ സഹകാർമ്മികനായി. ഉച്ചതിരിഞ്ഞ് തളിയക്കുളക്കരയിൽ നടന്ന സമൂഹ മാമോദിസയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ രൂപതകളിലെ ഇടവകകളിൽ നിന്നായി 10 നവജാത ശിശുക്കൾ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ പാലയൂരിൽ പ്രാഥമിക കൂദാശകളായ മാമോദിസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന എന്നിവ മാർ ടോണി നീലങ്കാവിൽ നിന്നും സ്വീകരിച്ചു. മാർ തോമസ് ലീഹായിൽ പകർന്നു കിട്ടിയ വിശ്വാസം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുവാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ബോധിപ്പിച്ചു. ഫാദർ ജിനോ ഏരത്ത്, ഫാദർ ഡെറിൻ അരിമ്പൂർ എന്നിവർ സഹകാർമ്മികരായി. കൺവീനർ ജോയ് ചക്രമാക്കലിന്റെ നേതൃത്വത്തിൽ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കായി അമ്പ്, വള, ശൂലം എന്നിവ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ ഊട്ടുനേർച്ച, നേർച്ചപ്പായസം എന്നിവ ഭക്തജനങ്ങൾക്ക് പാഴ്സലായി നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. 4:30 നടന്ന തിരുനാൾ സമാപന ദിവ്യബലിക്ക് ഇടവക അംഗങ്ങളായ ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ, ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് എന്നിവർ കാർമ്മികരായി. ദിവ്യബലിക്ക് ശേഷം മാർ തോമസ് ലീഹ തർപ്പണാത്ഭുതം നടത്തിയ തളിയക്കുളം ചുറ്റി ജൂതൻകുന്ന് കപ്പേളയിലേക്ക് തിരുനാൾ പ്രദക്ഷിണവും നടത്തി. തുടർന്ന് വർണ്ണമഴയും ജൂതൻ ബസാർ യൂത്തും മാൽബ്രോസ് ക്ലബ്ബും സംയുക്തമായി ഒരുക്കിയ ന്യൂ സംഗീത് തിരൂരും കാൽവരി ജോസ് കിങ്സ് ചേർന്ന് അവതരിപ്പിച്ച ബാൻഡ് ശിങ്കാരി ഫ്യൂഷനും ഉണ്ടായിരുന്നു. തർപ്പണ തിരുനാളിന് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സഹവികാരി ഫാദർ ഡെറിൻ അരുമ്പൂർ, കൈക്കാരന്മാരായ TJ സന്തോഷ്, KJ പോൾ, CM ബാബു, ജോഫി ജോസഫ്, സിസ്റ്റർ ടെസ്ലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂർ തിരുവെങ്കിടം ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തട്ടകം ഓണാഘോഷത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. സെപ്റ്റംബർ 16, 17 തീയതികളിലാണ് ഓണാഘോഷത്തിനാണ് 301 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചത്. തിരുവെങ്കിടം NSS ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ കൗൺസിലർ ദേവിക ദിലീപ് ഉദ്ഘാടനം ചെയ്തു. തട്ടകം സമിതി മുൻ ചെയർമാൻ ചന്ദ്രൻ ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് ആമുഖ പ്രസംഗം നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ VK സുജിത്ത്, സുബിത സുധീർ, ക്ലബ് സെക്രട്ടറി രവികുമാർ കാഞ്ഞുള്ളി, രക്ഷാധികാരികളായ PI ലാസർ, KT സഹദേവൻ, PI ആൻഡോ, വനിതാ വിഭാഗം പ്രസിഡന്റ് മേഴ്സി ജോയ്, ശശി വാർനാട്ട്, V ബാലകൃഷ്ണൻ നായർ, PI സൈമൺ, വിനോദ് കുമാർ അകമ്പടി, V സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളായി കൊടിയേറ്റം, കലാകായിക മത്സരങ്ങൾ, വടംവലി, മാരത്തോൺ ഓട്ടം, വർണ്ണശബളമായ ഘോഷയാത്ര, സാംസ്കാരിക സദസ്സ്, കലാപരിപാടികൾ, ഓണസദ്യ എന്നിവ ഉണ്ടാകും. വടക്കേക്കാട് തെരുവു നായകളുടെ വിളയാട്ടം. പടിഞ്ഞാറേ കല്ലൂർ സ്വദേശിയുടെ വിലപിടിപ്പുള്ള 5 ടർക്കി കോഴികളടക്കം 30-ൽ പരം കോഴികൾ ചത്തു. പടിഞ്ഞാറേ കല്ലൂർ പാവൂരയിൽ മുഹമ്മദ് അലിയുടെ വീട്ടിലെ വളർത്തുകോഴികളെയാണ് കൂട്ടമായി എത്തിയ നായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം. കോഴിക്കൂട്ടിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് തെരുവുനായ്ക്കൂട്ടം കോഴിക്കൂട്ടിൽ കയറി ആക്രമണം നടത്തിയതായി കണ്ടത്. കോഴികളെ കൂട്ടിൽ നിന്നും കൊന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി പലയിടങ്ങളിലായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. പ്രദേശത്ത് തെരുവുനാശല്യം രൂക്ഷമാണ്. മാസങ്ങൾക്ക് മുൻപ് പട്ടാപ്പകൽ മുഹമ്മദ് അലിയുടെ 2 ആട്ടിൻകുട്ടികളെയും തെരുവുനായ്ക്കൾ കടിച്ചുകൊണ്ടുപോയി കൊന്നിരുന്നു. കൂട്ടമായി എത്തുന്ന തെരുവുനാശല്യം കാരണം ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പൊന്നിയർക്കുളം. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മന്ദലാകുന്ന് ജുമാത്ത് പള്ളിക്ക് വടക്കുഭാഗം താമസിക്കുന്ന പിലാക്ക വീട്ടിൽ മുക്രിയകത്ത് ബാദുഷയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് സിനാനാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ എറണാകുളത്ത് വെച്ച് സിനാനും കൂട്ടുകാരനും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പുറകിൽ മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും
പരിക്കേറ്റു. രണ്ടുപേരും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സാരമായി പരിക്കേറ്റ സിനാൻ ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് മരിച്ചത്. ഷൈമയാണ് മാതാവ്. സന സഹോദരിയാണ്. എറണാകുളത്തെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം മന്ദിരാകുന്ന ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ആവേശപ്പോരിൽ. ജൂലൈ 21 ഞായറാഴ്ചയാണ് ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ്, CPM എന്നീ പാനലുകൾക്ക് പുറമെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മത്സരരംഗത്തുണ്ട്. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറിയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ VK സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 3 പേരാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരരംഗത്തുള്ളത്. 33 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നുവെങ്കിലും സൂക്ഷ്മ പരിശോധനയ്ക്കു ശേഷം 27 പേരുടെ പത്രികയാണ് അംഗീകരിച്ചത്. ഇതിൽ നിലവിലെ പ്രസിഡന്റ് I. വേണുഗോപാൽ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാനലിൽ TA കുര്യാക്കോസ് മാസ്റ്റർ, MR ജോയ്, VA തോമസ്, CS ധനേഷ്, PK മുസ്തഫ, സുദർശൻ നെന്മിനി മഠത്തിൽ, ഷഹീന, സുമി റോബിൻസൺ, PN സുന്ദരൻ, ചന്ദ്രൻ കരിമ്പനയ്ക്കൽ, ധനേഷ് മാത്യു, സൗമ്യ എന്നിവരാണ് മത്സരിക്കുന്നത്. ഇതിൽ ധനേഷ് മാത്യു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. CPM പാനലിൽ PS ജയപ്രകാശ്, VK സന്തോഷ്, KA മോഹനൻ, ലിജു ചിറമ്മൽ, AV വില്യംസ്, PT സൈമൺ, സജിനി സഞ്ജയൻ, ആൻസി വില്യംസ്, സത്യൻ മുളയംകോടത്ത് എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. VK സുനിൽകുമാറിനൊപ്പം KK സുഭാഷ്, NK മുത്തുണ്ണി എന്നിവർ കോൺഗ്രസ് വിമത വിഭാഗമായാണ് മത്സരിക്കുന്നത്. സുധാകരൻ ഞാറേക്കാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ട്. കാലങ്ങളായി കോൺഗ്രസ് ഭരണം നടത്തുന്ന കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് വിമത വിഭാഗം മത്സരത്തിനിറങ്ങിയത് കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. കുന്നംകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായ ഷൈനിയാണ് തിരഞ്ഞെടുപ്പിന്റെ വരണാധികാരി. CCTV ന്യൂസ്, കേച്ചേരി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച പ്രക്രിയ സർവസ്വം എന്ന സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗിരി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ P. നാരായണൻ നമ്പൂതിരി ഗ്രന്ഥം ഏറ്റുവാങ്ങി. പ്രൊഫസർ EM രാജൻ, പ്രൊഫസർ KK ഹർഷകുമാർ, പ്രൊഫസർ ER നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. 3 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഗുരുവായൂർ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. ഫ്രണ്ട്സ് അരിയന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളും ജനപ്രതിനിധികളും കുട്ടികളുടെ വീട്ടിലെത്തിയാണ് മൊമന്റോ സമ്മാനിച്ചത്. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം PK അസീസ്, ഫ്രണ്ട്സ് അരിയന്നൂർ പ്രസിഡന്റ് മണിമോൻ, സെക്രട്ടറി ഫൈസൽ, മറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിനെയും എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളർക്കാട് തിപ്പലശ്ശേരി റോഡ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്താതെയും പുനർനിർമ്മാണം നടത്താതെയും കുണ്ടും കുഴിയും നിറഞ്ഞ് നാട്ടുകാർക്ക് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ്. വെള്ളറക്കാട് തിപ്പലശ്ശേരി കടങ്ങോട് തിപ്പലശ്ശേരി റോഡാണിത്. അത് കുറേ നാളുകളായിട്ട് ഇവിടെ കുണ്ടും കുഴിയായിട്ട് കുറേ പേര് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഇതേപോലെ കുറേ പേര് വീണുണ്ട്. ഞങ്ങൾ അടുത്തുള്ളതാണ്, തൊട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളാണ് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ആൾക്കാരിനെ പറഞ്ഞയക്കണത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതൊക്കെ. അപ്പോൾ ഭയങ്കര കുഴപ്പങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. വെള്ളറക്കാട് മുക്കിരിപീടിയ റോഡിന്റെ ശോചനീയാവസ്ഥ നിരന്തരമായി ഓരോ കാലയളവിൽ പോലും പഞ്ചായത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് റോഡിന്റെ കുഴി നടക്കലും റോഡിട്ട് റീടാറിങ്ങിലും. അവർ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന വാർഡായ കാരണമായിരിക്കാം ഒരുപക്ഷെ ഈ റോഡ് നേരാക്കാത്തത്. ഒരുപാട് പേർ ബൈക്കുമായും കാറുമായും വരുന്നവർ ഈ കുഴിയിൽ വീഴുകയും അവർക്ക് സാരമായ പരിക്കുകളും ഗുരുതരമായ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന വലിയ കുഴികളിൽ ചാടി ഇരുചക്രവാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കുഴികളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്.
ഓട്ടോ വാടകയ്ക്ക് വിളിച്ചാൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. അതെ, ഈ റോഡ് ആകെ തകർന്നു കിടക്കാണ്. ഒരു ഓട്ടം വിളിച്ചാൽ നമുക്ക് പോകാൻ പറ്റില്ല. വണ്ടി കുണ്ടുകളെല്ലാം ചാടിയിട്ട് വണ്ടിയുടെ എച്ചിൽ മുറിയ, യാത്രക്കാർ വീഴ എന്നും ബൈക്കാരെ താങ്ങിക്കൊണ്ടാണ് നേരുള്ളൂ. ഈ റോഡ് 2 കൊല്ലമായി ഇവിടെ ഈ കടകോട് പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. ഒരു വണ്ടി വിളിച്ചാൽ ഇവിടെ റോട്ടിലേക്ക് ഈ കുണ്ടിച്ചാട് ആ കുണ്ടിയാട് 16 കുണ്ടിയാട് ഓട്ടം വിളിച്ചാൽ ഞങ്ങൾ പോകാൻ തയ്യാറാവില്ല. ഞങ്ങൾ അനിശ്ചിതകാലം ഈ പണി മുടക്കാൻ പോവുക. കാരണം വണ്ടി ഓടിക്കിട്ടുന്ന പൈസ നമുക്ക് വർഷാപ്പിൽ കൊടുക്കാൻ തയ്യാറില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരുടെ ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും ചെളിവെള്ളം തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കി യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളർക്കാട് തിപ്പലശ്ശേരി റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കാത്ത LDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ റോഡിലെ കുഴികൾ അടച്ച് കോൺഗ്രസ് പ്രതിഷേധം. 2 ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന റോഡായ വെള്ളർക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളായി. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മാതൃകാപരമായി കോൺഗ്രസ് നടത്തിയ കുഴിയടക്കൽ സമരം കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ PV കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല. കാരണം അവരുടെ കണ്ണ് കെട്ടിയ കാരണം കൊണ്ടാണ് അവർക്കത് കാണാൻ കഴിയാത്തത്. ഇനി കണ്ണ് തുറന്ന് കാണണം. ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായ ഈ ഒരു പ്രതിഷേധം, ഈ റോഡ് കുഴികൾ മൂടിക്കൊണ്ട് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം കടങ്ങോട് മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MH നൌഷാദ്, ബ്ലോക്ക് സെക്രട്ടറി അക്ബർ അലി, പഞ്ചായത്ത് മെമ്പർമാരായ ജോളി തോമസ്, സൈബുനിസ ഷറഫു, രജിത ഷാജി, സലാം വലിയകത്ത്, ബിജു ആദൂർ, പ്രകാശൻ പേങ്ങാട്ടുപാറ, KA അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. സുനിൽ ചിറമനേങ്ങാട്, അക്ഷയ് വെള്ളറക്കാട്, ഇബ്രാഹിം, സുഭാഷ്, ഷാജു പാഴിയോട്ടുമുറി, ഷെയ്ൻ K രാജ, നിഹാൽ, റഹീം ആദൂർ, ദിലീപ്, മനാഫ്, ഫക്രുദ്ദീൻ, ഷെഫീഖ് ആദൂർ, സണ്ണി, അഷ്റഫ് പേങ്ങാട്ടുപാറ, കബീർ ലക്ഷമീട്, രഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം തിങ്കളാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, നവകാഭിഷേകം, പഞ്ചഗവ്യ അഭിഷേകം, കളഭച്ചാർത്ത് തുടങ്ങി പ്രധാന ചടങ്ങുകളുണ്ടാകും. തുടർന്ന് ചതുശത പായസം, നിവേദ്യം, കാഴ്ചശീവേലി എന്നിവയും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, കേളി, തായമ്പക, പഞ്ചവാദ്യം തുടങ്ങിയ ചടങ്ങുകളും അപ്പം, അട നിവേദ്യവും ഉണ്ടാകും. ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കി കുന്നംകുളത്ത് വീണ്ടും ഫേസിന്റെ തമിഴ് ഇസൈ മാലൈ അരങ്ങേറി. ഗായകൻ സന്നിധാനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗീത നിശ. പന്ത്രണ്ട് വർഷത്തിലേറെയായി കുന്നംകുളത്തെ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ കുന്നംകുളം ഫേസിന്റെ ആഭിമുഖ്യത്തിൽ പട്ടിക്കാട് പട്ടണമ തമിഴ് ഇസൈ മാലൈ എന്ന പേരിൽ പഴയകാല തമിഴ് ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സംഗീത നിശ ഒരുക്കിയത്. കുന്നംകുളം നഗരസഭ CV ഹാളിൽ അരങ്ങേറിയ സംഗീത സന്ധ്യയ്ക്ക് ഗായകൻ സന്നിധാനത്തിനും സംഘവും നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷവും ഫേസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സന്നിധാനന്റെ തമിഴ് ഗാനമേള ശ്രദ്ധ നേടിയിരുന്നു. ഇത് 2ാം തവണയാണ് തമിഴ് ഇസൈ മാലൈ ഒരുക്കുന്നത്. MS വിശ്വനാഥൻ, KV മഹാദേവൻ തുടങ്ങിയ തമിഴകത്തെ എക്കാലത്തെയും പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ ഗാനങ്ങളാൽ തമിഴ് ഇസൈ മാലൈ ആസ്വാദകർക്ക് നവ്യാനുഭവമായി. ഗാനരചയിതാവ് BK ഹരിനാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗായകൻ സന്നിധാനത്തിനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഫേസ് പ്രസിഡന്റ് VK ശ്രീരാമൻ അധ്യക്ഷനായി. സെക്രട്ടറി ഡോക്ടർ സുശാന്ത് സംസാരിച്ചു. കുന്നംകുളത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. വെള്ളർക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു വന്നിരുന്ന SSF കുന്നംകുളം ഡിവിഷൻ സാഹിത്യോത്സവ് സമാപിച്ചു. കടങ്ങോട് സെക്ടർ ജേതാക്കളായി ഇരുവപ്പെട്ടി 2ാം സ്ഥാനത്തിനും പന്നിത്തടം 3ാം സ്ഥാനത്തിനും അർഹരായി. സാഹിത്യകാരൻ സോമൻ ചെമ്പ്രത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ ഫൈസാനി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് തഖിയുദ്ദീൻ ഗിജിലാനി പ്രാർത്ഥന നിർവഹിച്ചു. ബഷീർ അഷ്റഫി,
നൌഷാദ് സക്കാഫി എന്നിവർ വിജയികളെ പ്രഖ്യാപിച്ചു. ചെയർമാൻ ഷിബിലി അദനി, കൺവീനർ ഇർഫാൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം കണ്ടാണശ്ശേരി മേഖലാ കൺവെൻഷൻ നടന്നു. കുനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വി സത്യൻ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി വി കെ ദാസൻ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ പ്രസിഡന്റ് എ ജെ സ്റ്റാൻലി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ജി പ്രമോദ്, കെ സതീശൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, കർഷക സംഘം ഏരിയ ട്രഷറർ M പീതാംബരൻ എന്നിവർ സംസാരിച്ചു. കൺവെൻഷന്റെ ഭാഗമായി മേഖലയിലെ മികച്ച ക്ഷീര കർഷകൻ സുരേന്ദ്രൻ പന്നിശ്ശേരി, വനിതാ കർഷക ജിജി നന്ദലാൽ, ജൈവ പച്ചക്കറി കർഷക ഷിംന നസീർ, നെല്ല് കർഷകൻ രഞ്ജിത്ത് ഞാലിൽ, തെങ്ങ് കർഷകൻ വേണു കുനത്ത് എന്നിവരെ M ബാലാജി മൊമെന്റോ നൽകി ആദരിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ശേഷം പുതിയ ഭാരവാഹികളായി വി സത്യൻ പ്രസിഡന്റ്, വി കെ ദാസൻ സെക്രട്ടറി, രവി പന്നിശ്ശേരി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ദേവാലയത്തിൽ കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കൂർലോസ് ബാവയുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 വികാരി മൈക്കിൾ ഗീവർഗീസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരവും തുടർന്ന് പ്രദക്ഷിണവും കൈമുത്തും നേർച്ച വിളമ്പലും നടന്നു. ഞായറാഴ്ച രാവിലെ 7:30 സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുരിശുപള്ളിയിലേക്ക് കൊടിയും കുരിശുമായി പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും കൈമുത്തും ആശീർവാദവും പൊതുസദ്യയും നടന്നു. ആഘോഷങ്ങൾക്ക് ഇടവക സെക്രട്ടറി സക്രിയ PK, ട്രഷറർ സത്യൻ ചീരൻ എന്നിവരുൾപ്പെട്ട കമ്മിറ്റി നേതൃത്വം നൽകി. ഭാരതീയ കിസാൻ സംഘ് ചൊവ്വന്നൂർ ബ്ലോക്ക് സമ്മേളനം കുന്നംകുളത്ത് നടന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനം UN അവാർഡ് ജേതാവും സംസ്ഥാന ഗ്രൗണ്ട് വാട്ടർ ബോർഡ് അംഗവുമായ വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി E നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ മുഖ്യാതിഥിയായി. ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ഗുരുവായൂർ സംഘ ജില്ലാ രാഷ്ട്രീയ സ്വയം സേവക സംഘ് KB ഭവീഷ്, ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഭാരവാഹി പ്രേംജി പോൾ, തൃശൂർ ജില്ലാ തപസ്യ ഭാരവാഹി മുരളി വെള്ളിതിരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച കർഷകർ, കർഷക കൂട്ടങ്ങൾ, ചൊവ്വന്നൂർ ബ്ലോക്കിൽ കാർഷിക വ്യവസായ മേഖലകളിൽ മികവ് തെളിയിച്ച സംരംഭകർ, ചൊവ്വന്നൂർ ബ്ലോക്കിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ കുട്ടി കർഷകർ, മികച്ച കൃഷിയിടമുള്ള സ്കൂൾ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും 1000-ൽ പരം കർഷകർക്ക് തെങ്ങിൻ തൈകളും കവുങ്ങിൻ തൈകളും പച്ചക്കറി തൈകളും സൗജന്യമായി വിതരണം ചെയ്തു. ഭാരതീയ കിസാൻ സംഘ് ചൊവ്വന്നൂർ ബ്ലോക്ക് കൺവീനർ അനീഷ് അനായിക്കൽ സ്വാഗതവും ബ്ലോക്ക് പ്രസിഡന്റ് K ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു. നാട്ടിലയ നൃത്തവിദ്യാലയത്തിന്റെ കർഷക നൃത്തവും അരങ്ങേറി. CCTV ന്യൂസ്, കുന്നംകുളം. കേരള കർഷക സംഘം കേച്ചേരി മേഖലാ കൺവെൻഷൻ നടന്നു. CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ CF ജെയിംസ് സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PR ജയൻ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി ഡേവിസ് മണലി പ്രവർത്തന റിപ്പോർട്ടും ഏരിയ കമ്മിറ്റി അംഗം അഖില മുകേഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ, ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം PS സന്ദീപ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി സുനിത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചർച്ചകൾക്ക് ശേഷം PR ജയൻ പ്രസിഡന്റായും ഡേവിസ് മണലി സെക്രട്ടറിയായും AV വില്യംസ് ട്രഷററായും 25 അംഗ മേഖലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. സംസ്കാര GCCയുടെ VP മാമു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പുന്നൂർകുളം പഞ്ചായത്ത് ഹാളിൽ വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ട്രെയിനർ ഷബ്ന സുൽത്താൻ, V താജുദ്ദീൻ, V അപ്പു മാസ്റ്റർ, ഗ്രീഷ്മ ഷാനോജ്, EK നിഷാർ, ബിജു പള്ളിക്കര, ബിന്ദു ടീച്ചർ, ഉമ്മർ അറക്കൽ, KB സുകുമാരൻ, AD ധനീപ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ പഞ്ചായത്ത് പരിധിയിലെ 36 കുട്ടികളെയും +2-ന് സമ്പൂർണ്ണ A+ സ്വന്തമാക്കിയ 29 പേരെയും സംസ്കാര GCC അംഗങ്ങളുടെ മക്കളായ 8 പേരെയും കടലിൽ നിന്ന് വിദ്യാർത്ഥിയെ രക്ഷിച്ച 8 മത്സ്യത്തൊഴിലാളികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന പ്ലേയേഴ്സ് യൂണിറ്റി ക്രിക്കറ്റ് ലീഗിൽ മൂപ്പൻസ് ഹണ്ടർ ബോയ്സ് ജേതാക്കളായി. NRI ഡ്രീംസ് സീഡ് 2ാം സ്ഥാനം നേടി. ഫൈസൽ കൊല്ലം, ഷഹീർ കോട്ടോൽ,
ഷാഹിർ കരിക്കാട്, നിഖിൽ അപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൂർണമെന്റിൽ നിന്ന് ലഭിച്ച ഒരു വിഹിതം ഉപയോഗിച്ച് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് കായിക ഉപകരണങ്ങളും അർഹരായ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യക്കിറ്റും നൽകി. മുൻ പാലക്കാട് ജില്ലാ ഫുട്ബോൾ ടീം സെലക്ടർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ പരിശീലകൻ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കടവലൂർ പഞ്ചായത്ത് ക്രിക്കറ്റ് കൂട്ടായ്മയായ GPL ഗ്രൂപ്പിനുള്ള പ്രോത്സാഹനമായ ക്രിക്കറ്റ് ബാറ്റ്, സ്റ്റംപ്സ് എന്നിവ മനാഫ് AMC ഏറ്റുവാങ്ങി. ചാലശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശപൂജ, വിശേഷാൽ പൂജകൾ, ഉച്ചപൂജ എന്നിവയുണ്ടായി. തണ്ണീർക്കോട് ശിവക്ഷേത്രത്തിലെ ശിവദം മാതൃസമിതിയുടെ നാരായണീയ പാരായണവും ക്ഷേത്രസന്നിധിയിൽ നടന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, പട്ടിശ്ശേരി കൃഷ്ണകൃപ കൈക്കുട്ടിക്കളി സംഘത്തിന്റെ കൈക്കുട്ടിക്കളി എന്നിവയും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്രി മന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പട്ടിശ്ശേരി ദേവസ്വം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഒരുക്കിയിരുന്നു. കല്ലമ്പുറം സ്വദേശി റിട്ടയർഡ് അധ്യാപിക PC തങ്ക ടീച്ചർ എഴുതിയ 2 പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. ഞായറാഴ്ച രാവിലെ KCCF ഹാളിൽ കല്ലറ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിന് വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജന്മവാസന എന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നു. ജന്മവാസന ഇല്ലാത്ത ഒരാളും ഭൂമിയിൽ ജനിക്കുന്നില്ല. മനുഷ്യൻ മാത്രമല്ല, പക്ഷിമൃഗാദികൾക്കുണ്ട്. കുയിലിന് പാടാനറിയാം, മുക്കണാങ്കുരുവിക്ക് ഊട് കൂട്ടാനറിയാം, മയിലിന് നൃത്തം വെക്കാനറിയാം, അല്ലേ? പ്രകൃതിയിലും ജീവിതത്തിലുടനീളം സർഗാത്മകതയില്ലാത്ത ഒരു ജീവനും ഭൂമിയിൽ വരുന്നില്ല. ഒരിപ്പിടി കവിതകൾ, മായാത്ത ഓർമ്മകൾ എന്നീ പുസ്തകങ്ങളുടെ ആദ്യ പകർപ്പ് അധ്യാപിക KS ബബിത, ആർട്ടിസ്റ്റ് മോഹനൻ എന്നിവർ ആലങ്കോട് ലീലാകൃഷ്ണനിൽ നിന്ന് ഏറ്റുവാങ്ങി. എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും സ്വപ്നങ്ങളിൽ നിന്നുമാണ് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പോലും ഉണ്ടാകുന്നതെന്നും കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ എഴുത്തുകാർ ഉണ്ടായതെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ടീച്ചർക്കു വേണ്ടി ടാഗോറിന്റെ ഗീതാഞ്ജലിയും ആലപിച്ചു. ഗ്രാമത്തിന്റെ റിട്ടയർഡ് പ്രിൻസിപ്പൽ PC തങ്ക ടീച്ചറുടെ ജീവിതാനുഭവങ്ങളുടെ കുറിപ്പാണ് പുസ്തക സമാഹാരങ്ങളുടെ ഉള്ളടക്കം. ചടങ്ങിൽ കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷനായി. എഴുത്തുകാരൻ താഹിർ ഇസ്മയിൽ പുസ്തക പരിചയം നടത്തി. ആർട്ടിസ്റ്റ് മോഹൻ വരച്ച ടീച്ചറുടെ ഫോട്ടോ കൈമാറി. കുടുംബാംഗങ്ങൾ ടീച്ചറെ പൊന്നാടയണിയിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗം നാസർ, KCCF പ്രസിഡന്റ് സിജു ചുമാർ, കടവല്ലൂർ അന്യോന്യം സെക്രട്ടറി അരവിന്ദ് പണിക്കർ, ജോയ് മാസ്റ്റർ, കടവല്ലൂർ ഉണ്ണികൃഷ്ണൻ, അനസ് A വേലായുധൻ, സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് വിനോദ്, എഴുത്തുകാരൻ രാമനുണ്ണി, കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സിനിമാ പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വൻ ഗാനാലാപനം നടത്തി. PC തങ്ക ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയും 50ാം ഊട്ടുതിരുനാളും ആഘോഷിച്ചു. കൂടുതുറക്കൽ ശുശ്രൂഷ, ആഘോഷമായി ദിവ്യബലി, ലതീന്യ നോവാന എന്നിവയ്ക്ക് ഫാദർ ഫെബിൻ കുത്തൂർ കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, പ്രദക്ഷിണം എന്നിവയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ജോസ് വല്ലൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിൽജു വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ബിജു ഇടയാളി സഹകാർമ്മികനായി. തുടർന്ന് ഊട്ടുനേർച്ച ഭക്ഷണ വിതരണം നടന്നു. ഇടവക വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ, കൈക്കാരന്മാരായ PV ജോൺസൺ, VV ജോൺസൺ, CJ ബിജു, ജനറൽ കൺവീനർ CK ബിൻഡോ എന്നിവർ നേതൃത്വം നൽകി. പാത്രിയാർക്കീസ് ബാവ ശ്ലൈഹിക സന്ദർശനം നടത്തിയതിന്റെ ശിലാഫലകം പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ അനാച്ഛാദനം ചെയ്തു. ഫെബ്രുവരി 2-നായിരുന്നു സന്ദർശനം. ദേവാലയത്തിൽ ശ്ലൈഹിക സന്ദർശനം നടത്തിയതിന്റെ ശിലാഫലകത്തിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതിന്റെയും ഔപചാരിക അനാച്ഛാദനം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് നടത്തിയത്. ചടങ്ങിന് വികാരി ഫാദർ ബേസിൽ കൊല്ലാർ മാലി, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി രാജീവ് P ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ K ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം തിങ്കളാഴ്ച ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 9:30 കലശാഭിഷേകമുണ്ടാകും. പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായി ഇന്ന് ഭഗവത് സേവയും ഉണ്ടായിരുന്നു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK പ്രേമാനന്ദൻ, സെക്രട്ടറി KK മോഹൻദാസ്, ട്രഷറർ ചന്ദ്രൻ കളത്തിൽ എന്നിവർ അറിയിച്ചു. കുന്നംകുളം പിസാറ്റ് കോളേജിലെ 2022-2024 ബാച്ചിന്റെ യാത്രയപ്പ് ചടങ്ങ് നടന്നു. ചടങ്ങ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ PK സുനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലീന സുനിൽ അധ്യക്ഷയായി. തുടർന്ന് 1 വർഷം കോളേജിൽ നടന്ന പരിപാടികളുടെ വീഡിയോ പ്രദർശനവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി.
BMLTയിൽ പഠിക്കുന്ന ദിൽഷയുടെ നേതൃത്വത്തിൽ ജൂനിയർ സ്റ്റുഡൻസിന്റെ സഹകരണത്തോടു കൂടിയാണ് ചടങ്ങ് ഒരുക്കിയത്. HOD മൃദുല, മറ്റ് അധ്യാപകരായ ആസിദ, ജുബൈറിയ, അശ്വതി, കീർത്തന തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലും ഉണ്ടായിരുന്നു. പാലയൂർ ഡർവൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാമ്പ്യൻസ് ലീഗ് സീസൺ 2 ഒരുമനിയൂർ ഇൻസ്പോർട്സ് അറീന ടർഫിൽ നടന്നു. ചാമ്പ്യൻസ് ലീഗിൽ ഫോർക്ക ഡർവൻസ് ജേതാക്കളായി. ഫസ്റ്റ് റണ്ണേഴ്സ് കപ്പ് അൽഡോറാസ് ടീം കരസ്ഥമാക്കി. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നാഷണൽ റഫറി ഫഹദ് യൂസഫ് കിക്ക് ഓഫ് ചെയ്തു. KP ശരത്ത് മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ സുപ്രിയ രാമചന്ദ്രൻ, UDF പാലയൂർ കമ്മിറ്റിക്ക് വേണ്ടി അനുഷ് പാലയൂർ, റഫീഖ് ചിക്കിങ്, അൻസിൽ KS എന്നിവർ പങ്കെടുത്തു. അടുത്ത വർഷവും ചാമ്പ്യൻസ് ലീഗ് കൂടുതൽ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിക്കുമെന്ന് ഡർവൻസ് ക്ലബ് ഭാരവാഹികളായ അഫ്സൽ, അമീർ, ഫസൽ, ഷാഹിൽ, അഭിനവ്, ആദു എന്നിവർ അറിയിച്ചു. പുന്നൂർകുളം ചെറായി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ കുരുമുളക് തൈ കിറ്റുകളുടെ വിതരണം നടന്നു. ഞാറ്റുവേല ദിനാചരണത്തിന്റെ ഭാഗമായി അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട ഇനം കുരുമുളക് തൈകളാണ് വിതരണം ചെയ്തത്. മണ്ണത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയ 150ഓളം തൈകളാണ് പ്രദേശത്തെ വീടുകളിലേക്ക് നൽകിയത്. ഒരു കിറ്റിൽ 3 തൈകളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് ക്രിയേറ്റീവ് വായനശാല പരിസരത്ത് നടത്തിയ ചടങ്ങ് വാർഡ് മെമ്പർ ശോഭ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് VG വിഷ്ണുവിന്റെ അധ്യക്ഷതയിൽ ലൈബ്രറിയൻ പ്രവ്യ പ്രബിൻ സ്വാഗതം പറഞ്ഞു. M ശരത്ത്, PB അരുൺ, ഷിബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലശ്ശേരി ഖദീജ മനസ്സിലിന് സമീപം വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. പുലിക്കോട്ടിൽ മേരിയുടെ വീട്ടിലെ കിളിക്കൂട്ടിലാണ് മൂർഖനെ കണ്ടത്. ഞായറാഴ്ച കാലത്ത് 7 മണിയോടുകൂടി കിളികൾക്ക് തീറ്റ കൊടുക്കാൻ ചെന്നപ്പോഴാണ് പാമ്പിനെ കണ്ടത്. ഉടനെ വീട്ടുകാർ വാർഡ് മെമ്പറായ VS ശിവാസിന് വിവരം അറിയിക്കുകയായിരുന്നു. പെരുമ്പിലാവിൽ നിന്ന് പാമ്പ് പിടുത്തക്കാരെത്തി സാഹസികമായി പിടികൂടി വനവകുപ്പ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. മദള വിദ്വാൻ വെള്ളാട്ടഞ്ഞൂർ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 8ാമത് അഖില കേരള മദള കേളി മത്സരം സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 മുതൽ വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരത്തുള്ള ശങ്കരൻ നമ്പീശൻ സ്മാരകവേദിയിൽ നടന്ന മത്സരം മദ്ദള വിദ്വാൻ കലാമണ്ഡലം ശശി നെല്ലുവായി ഗണപതി കൈക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മത്സരശേഷം 3 മണിക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് AS ദിവാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ ലളിത ഗോപി, വാർഡ് മെമ്പർ CF ജോയ് എന്നിവർ പങ്കെടുത്തു. ട്രസ്റ്റ് സെക്രട്ടറി ദിനേഷ് സതീശൻ സ്വാഗതവും ട്രസ്റ്റ് അംഗം AN സോമനാഥൻ നന്ദിയും പറഞ്ഞു. മത്സരത്തിൽ KS സിദ്ധാർത്ഥ് 1ാം സ്ഥാനം നേടി. TJ അഥർവ്, MA നിരഞ്ജൻ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനത്തിന് അർഹരായി. CCTV ന്യൂസ് വേലൂർ. CCTV വാർത്ത ഫലം കണ്ടു. ഹരിതസേന അംഗങ്ങൾ താൽക്കാലിക മാലിന്യ സംഭരണ കേന്ദ്രവും പരിസരവും വൃത്തിയാക്കി. കടവലൂർ പഞ്ചായത്തിലെ വടക്കുമുറി റോഡിലെ ചേലക്കുളത്തിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള MCF ആണ് മാലിന്യം നിറഞ്ഞ് പരിസരം കാടും പിടിച്ചും കിടന്നിരുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം CCTV വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ മാലിന്യം നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കുകയായിരുന്നു. താക്കോൽ നഷ്ടപ്പെട്ടതാണ് മാലിന്യം നീക്കാൻ കാലതാമസം വരുവാൻ കാരണമെന്ന് അധികൃതർ പറഞ്ഞു. പൂട്ടറുത്തു മാറ്റിയാണ് ഹരിതകർമ്മസേന ചാക്കുകളായി സൂക്ഷിച്ച മാലിന്യം നീക്കിയത്. പ്രധാന കേന്ദ്രത്തിലേക്ക് മാറ്റും വരെ ചാക്കുകളിൽ നിറച്ച് മിനി MCFലാണ് സൂക്ഷിക്കുക. മാസം തോറും ഇവ കടവലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തുള്ള തരംതിരിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകും. എന്നാൽ വടക്കുമുറി റോഡിലെ ചേലക്കുളത്തിന് സമീപത്തെ MCF നിറഞ്ഞു കവിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായിരുന്നു. ജപ്പാനിൽ നടന്ന ICDS ലോകകപ്പ് വോളിബോൾ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച രഞ്ജിത്ത് കൃഷ്ണനെ വരവൂർ പിലാക്കാട് GVS ക്ലബ്ബും പിലാക്കാട് ദേശം പൂരം കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു. ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ SI മഹേഷ് ഉപഹാരം സമ്മാനിച്ചു. ക്ലബ്ബ് അംഗങ്ങളായ വിപിൻ കൂടിയാടത്ത്, രാജേന്ദ്ര പ്രസാദ്, സുഭാഷ്, രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു.
പുന്നയൂർ പഞ്ചായത്ത് തല CH സെന്റർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങ് KMCC സലാല തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് C ഷംസുദ്ദീനിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ചെക്ക് സ്വീകരിച്ച് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RP ബഷീർ ഉദ്ഘാടനം ചെയ്തു. ലീഗ് ജില്ലാ സെക്രട്ടറി C അഷ്റഫ്, ലീഗ് മണ്ഡലം പ്രസിഡന്റ് MV ഷക്കീർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് PM നസീർ, ജനറൽ സെക്രട്ടറി ഉസ്മാൻ അടയൂർ, പ്രവാസി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി C മുഹമ്മദ് അലി, ലീഗ് പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ MC മുസ്തഫ, നിസർ മൂത്താടത്ത്, ഫൈസൽ അകലാട്, TM നൂറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ 31-ാം വാർഡ് തിരുവത്രയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മേഘ ടീച്ചർ, തേർലി നാരായണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരായ ശബ്നം, പ്രിയ, ബാലകൃഷ്ണൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ഗുരുവായൂർ പേരകം സൗഹാർദ്ദയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സൗഹാർദ്ദ പ്രസിഡന്റ് ലാസർ പേരകം അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ 39-40 വാർഡുകളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയുമാണ് അനുമോദിച്ചത്. ചാവക്കാട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC ആനന്ദൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കൺവീനർ PV ഫൈസൽ, സെക്രട്ടറി സാബു ചൊവ്വലൂർ, CA ജോസ്, CV സേവ്യർ, PA ചന്ദ്രൻ, ആൻഡോ തോമസ്, ഉദയൻ പേരകം, CV ജെയിംസ്, PG വേണു എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് ആൾത്തറ LM UP സ്കൂളിൽ പത്രവിതരണ പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ ലീഡർ AA അർജുൻ കൃഷ്ണയ്ക്ക് പത്രം നൽകിക്കൊണ്ട് കടവലൂർ പഞ്ചായത്ത് അംഗവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജയൻ പൂളക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഷീജ CM, MA കമറുദ്ദീൻ, CDO അബ്ദുൾ റസാഖ് VM, PTA പ്രസിഡന്റ് സുബേർ സുർമ, PTA അംഗം KV സജിത, അധ്യാപകരായ MR രാകേഷ്, സലീം PK, ഷൈൻ K എന്നിവർ പങ്കെടുത്തു. എഴുത്തുകാരനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഹക്കീം പെരുമ്പിലാവിന്റെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. വിപണി MF അക്വ അയനൈസറിന്റെ ആദ്യ ഔട്ട്ലെറ്റ് പന്നിത്തടത്ത് പ്രവർത്തനം ആരംഭിച്ചു. MF അക്വ അയണൈസറിന്റെ ആദ്യ ഔട്ട്ലെറ്റ് തൃശൂർ പന്നിത്തടത്താണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഫുട്ബോൾ താരവും MF അക്വ അയണൈസറിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ IM വിജയൻ നിർവഹിച്ചു. മുഹമ്മദ് സ്വാലി അൻവരി ചേകന്നൂർ പ്രാർത്ഥനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് ഇർഫാൻ, ഷർഫുദ്ദീൻ, പൊതുപ്രവർത്തകരായ കരീം പന്നിത്തടം, നജീബ് റഹ്മാൻ, യുവസംരംഭകൻ ഷിബിലി റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂരിൽ കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. ഒലക്കെങ്കിൽ അന്തോണിയും കുടുംബമാണ് BJPയിൽ ചേർന്നത്. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് ഇൻചാർജുമായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത ഷാൾ അണിയിച്ച് ഇവരെ സ്വീകരിച്ചു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് വേലൂർ, ന്യൂനപക്ഷ മോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഡേവിസ് വേലൂർ എന്നിവർ പങ്കെടുത്തു. വിപണി ടൈൽസുകളുടെയും ബാത്റൂം ഫിറ്റിംഗ്സുകളുടെയും വിപുലമായ ശേഖരവുമായി റിവേര ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന സ്ഥാപനം കുന്നംകുളം ചൂണ്ടൽ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ കമ്പനികളുടെ ടൈലുകൾ, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സെറ്റിംഗ്സ്, റൂഫ് ടൈൽസ് തുടങ്ങി വീടുകൾ മനോഹരമാക്കാൻ ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 2 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി നിർവഹിച്ചു.
സ്ഥാപനോടമ TG വാസു, രമണി വാസു എന്നിവർ ചേർന്ന് ദീപം കൊളുത്തി. ഹിൻവെയർ ബോട്ടിക് ചലച്ചിത്ര താരം ഹേമന്ത് മേനോനും, സോമനി ബാത്ത് സ്റ്റുഡിയോ നടൻ ശിവജി ഗുരുവായൂരും, കെറോവിറ്റ് സ്റ്റുഡിയോ ചലച്ചിത്ര കലാസംവിധായകൻ പ്രശാന്ത് മാധവും ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേക സൗകര്യം ഒരുക്കിയതായി സ്ഥാപനോടമ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഫറുകളും ലഭ്യമാണ്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 77 36 12 77 88 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുന്നയൂർക്കുളം കൊഴപ്പാമഠം ഗ്രാമവേദി കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബിജു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. ബിജു സ്മാരക മന്ദിരത്തിൽ നടത്തിയ ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ചവർക്കുള്ള ആദരവും ഗ്രാമവേദി ലൈബ്രറി മെമ്പർഷിപ്പ് ഉദ്ഘാടനവും CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ് നിർവഹിച്ചു. AD ധനേബിന്റെ അധ്യക്ഷതയിൽ പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് പഴഞ്ഞി മുഖ്യാതിഥിയായി. പുന്നയൂർക്കുളം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ സിദ്ധാർത്ഥൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK ബക്കർ, V താജുദ്ദീൻ, MV സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. EP സുഭാഷ് സ്വാഗതവും ES അരുൺ നന്ദിയും പറഞ്ഞു. ചർമ്മം പഴഞ്ഞി ചെറുതുരുത്തി പട്ടിമുറി വീട്ടിൽ കുഞ്ഞൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടന്നു. തങ്കമണി ഭാര്യയും അവന്തിക മകളുമാണ്. പുന്നയൂർക്കുളം തൃപ്പറ്റ് കറ്റശ്ശേരി ചന്ദ്രൻ നായർ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. വിജയ ഭാര്യയാണ്. അനൂപ്, വിനീത് എന്നിവർ മക്കളാണ്. പുന്നയൂർക്കുളം ചെറായി സ്കൂളിന് വടക്ക് ചെറുപറമ്പത്ത് പരേതനായ ഭാസ്കരന്റെ ഭാര്യ പ്രേമ നിര്യാതയായി. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രജീഷ്, സജിത, രജിത എന്നിവർ മക്കളാണ്. ഗുരുവായൂർ താമരയൂർ കൊണ്ടരാംവളപ്പിൽ അനന്തകൃഷ്ണൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നഗരസഭാ ശ്മശാനത്തിൽ നടക്കും. ശോഭന ഭാര്യയും അരുൺ, അഭിഷേക്, അൽക്ക എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുന്നു. ഗുരുവായൂരിലും എളവള്ളിയിലും മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടങ്ങൾ. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഭരണാധികാരികളുടെ കടുത്ത നിസ്സംഗത, നടുവൊടിഞ്ഞ യാത്രികർ. തൃശൂർ കുന്നംകുളം പാതയിലെ യാത്ര ദുരിതപൂർണമായി മാസങ്ങൾ പിന്നിടുമ്പോഴും അനക്കമില്ലാതെ പൊതുമരാമത്ത് വകുപ്പ്. കൈപ്പറമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തുള്ള വലിയ ഗർത്തങ്ങൾ യാത്രികർക്ക് മരണക്കെണിയാകുന്നു. ചാവക്കാട് ഒരുമനയൂരിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. ഒരുമനയൂർ നോർത്ത് പൊയ്യൽ ക്ഷേത്രത്തിന് കിഴക്ക് കാഞ്ഞിരപ്പറമ്പിൽ പ്രദീപിന്റെ മകൻ 31 വയസ്സുള്ള വിഷ്ണു ആണ് മരിച്ചത്. വടക്കേക്കാട് തെരുവുനായകളുടെ വിളയാട്ടം. പടിഞ്ഞാറെ കല്ലൂർ സ്വദേശിയുടെ വിലപിടിപ്പുള്ള 5 ടർക്കി കോഴികളടക്കം 30-ൽ പരം കോഴികൾ ചത്തു. തെരുവുനായ ശല്യം ഒഴിവാക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ആവേശപ്പോരിൽ. ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂലൈ 21 ഞായറാഴ്ച. കോൺഗ്രസ്, CPM എന്നീ പാനലുകൾക്ക് പുറമെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മത്സരരംഗത്ത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മന്ദലാകുന്ന ജുമാത്ത പള്ളിക്ക് വടക്കുഭാഗം താമസിക്കുന്ന പിലാക്ക വീട്ടിൽ മുക്രിയകത്ത് ബാദുഷയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് സിനാനാണ് മരിച്ചത്. അപകടം വ്യാഴാഴ്ച പുലർച്ചെ എറണാകുളത്ത് വെച്ച്. പാലിയൂർ തർപ്പണ തിരുനാൾ ഭക്തി നിർഭരം. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിലെ പ്രധാന തിരുനാളായ തർപ്പണ തിരുനാളിന് എത്തിച്ചേർന്നത് ആയിരങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാൻ. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബ് ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.tv. നമസ്കാരം.